നമ്മൾ പല അത്ഭുതങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. പലതും നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ടുമുണ്ട്. എന്നാൽ പണ്ടൊരിക്കൽ അമേരിക്കയിൽ നടന്ന ഒരു അത്ഭുതം, അതൊരു പക്ഷേ നിങ്ങളാരും അധികം കേട്ടിട്ടുണ്ടാവത്തില്ല. അതൊരു പൂവൻകോഴിയുടെ കഥയാണ്. മൈക്ക് എന്ന പൂവൻകോഴി. മൈക്ക് എന്ന പൂവൻകോഴിയെ കൊല്ലാനായി അതിൻ്റെ ഉടമസ്ഥൻ തലയറുത്തു. എന്തിനാണ്? ചിക്കൻ കറി വെച്ച് കഴിക്കാൻ. എങ്കിലും അവൻ ഒരു കുഴപ്പവും കൂടാതെ പിന്നെയും 18 മാസം ജീവിച്ചു എന്ന് കേൾക്കുമ്പോൾ പ്രകൃതിയുടെ അത്ഭുതം എന്നല്ലാതെ നമുക്കൊന്നും അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ആ പൂവൻകോഴി ലോകത്തെ അത്ഭുതപ്പെടുത്തി. അമേരിക്കയിലെ കൊളറാഡോയിലെ ഒരു സാധാരണ കർഷകനായിരുന്നു ലോയിഡ് വിൽസൺ. 1945 സെപ്റ്റംബർ 10 തൻ്റെ വീട്ടിൽ വിരുന്നു വന്ന തൻ്റെ അമ്മയെ സൽക്കരിക്കാനായി അവൻ ഒരു ചിക്കൻ കറിയൊക്കെ വെച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മൈക്കിനെ അങ്ങോട്ട് പിടിച്ചു. അമ്മായിയമ്മയ്ക്ക് കോഴിയുടെ കഴുത്ത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ കഴുത്ത് മുറിച്ച് കളയാൻ ശ്രമിച്ചു. സാധാരണഗതിയിൽ നമ്മൾ കോഴിയെ മുറിക്കുമ്പോൾ അതിൻ്റെ കഴുത്ത് കൂടി ഉൾപ്പെടുത്തിയാണ് എടുക്കുന്നത്. എന്നാൽ അമ്മായിയമ്മയ്ക്ക് കഴുത്ത് ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ട് അത് അതിൻ്റെ ശരീരത്തിൽ നിന്ന് കഴുത്ത് മുതലുള്ള ഭാഗം വേർപെടുത്താൻ അവൻ ശ്രമിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? കോഴി അറക്കാൻ വിദഗ്ധനായിരുന്നു വിൽസൺ. കൂട്ടിൽ നിന്ന് പിടിച്ചിട്ട് ഒരു കൈമഴ കൊണ്ട് അവൻ്റെ കഴുത്തിനെ തലയോട് ചേർത്ത് വെട്ടിമാറ്റി. വിൽസൺ വിചാരിച്ചു കോഴി ഒന്നുകിൽ വെപ്രാളം കൊണ്ട് കിടന്ന് പിടയ്ക്കും, അല്ലെങ്കിൽ ഓടും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇതൊന്നും സംഭവിച്ചില്ല. അവൻ എന്ത് ചെയ്തു? സ്വന്തം കാലിൽ നിവർന്നു നിന്ന് ചിറകുകൾ വീശി അടിച്ച് വേച്ച് പഴയതുപോലെ തൻ്റെ കൂട്ടിനെ ലക്ഷ്യമാക്കി നടന്നുപോയി. വിൽസൺ ആ കാഴ്ച വിശ്വസിക്കാനായില്ല. അവൻ മൈക്ക് കോഴി അവൻ കൂട്ടിൽ കയറിയതിന് ശേഷം എന്ത് ചെയ്തു? പതിവ് പോലെ തൻ്റെ ധാന്യപാത്രത്തിൽ നിന്നും ധാന്യങ്ങൾ കൊത്തി തിന്നാൻ ശ്രമിച്ചു. അതൊരു വ്യർത്ഥമായ ശ്രമമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. തോലുകൾ കൊത്തിമിനുക്കാനും അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചിറകടിച്ച് കൂവാൻ ശ്രമിച്ചു. പക്ഷെ എന്താ? ഒരു കാറൽ ശബ്ദം മാത്രമേ പുറത്തു വന്നു. പിറ്റേ ദിവസം രാവിലെ കൂടിനടുത്തെത്തിയ വിൽസൺ കൂടിൻ്റെ മൂലയിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ കഴുത്തിന് മുകളിൽ ചിറകുകൾ വിടർത്തിയിരിക്കുന്ന കോഴിയാണ് കാണുന്നത്. അവൻ്റെ ജീവൻ എടുക്കാൻ ദൈവം തന്നെ അനുവദിച്ചില്ല എന്ന് വിൽസന് മനസ്സിലായി. അയാൾ എന്ത് ചെയ്തു? ഒരു ഐ ഡ്രോപ്പർ എടുത്ത് പാലിൽ വെള്ളം ചേർത്ത് കോഴിയുടെ കഴുത്തിൻ്റെ തുറന്ന ഭാഗത്തു കൂടി ഒഴിച്ചു കൊടുത്തു. ചോളത്തിൻ്റെയും ഗോതമ്പിൻ്റെയും ചെറിയ തരികളും ഇട്ടുകൊടുത്തു. അവൻ അതെല്ലാം വളരെ സന്തോഷത്തോടെ ഇറക്കിക്കൊണ്ടിരുന്നു. ഒരാഴ്ച കഴിയുമ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിരുന്ന കോഴിക്ക് വിൽസൺ മൈക്ക് എന്ന പേര് നൽകി. അപ്പോഴാണ് കോഴിക്ക് മൈക്ക് എന്ന പേര് കിട്ടിയത്. മൈക്കിനെ കുറിച്ചുള്ള വാർത്തകൾ പത്രത്തിൽ വന്നു തുടങ്ങിയതോടുകൂടി സന്ദർശകരുടെ എണ്ണവും കൂടി. തലയില്ലാതെ കോഴി എങ്ങനെ ജീവിക്കുന്നു എന്ന അത്ഭുതം മാറാതെ വിൽസൺ 250 മൈൽസ് സഞ്ചരിച്ച് യൂട്ടാ യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധരെ കണ്ടു. അവർക്ക് മൈക്കിനെയും ആ തലയും വിൽസൺ കാണിച്ചു കൊടുത്തു. കോഴിയുടെ തലച്ചോറിൻ്റെ പ്രധാന ഭാഗമായ ബ്രെയിൻ സ്റ്റെം അപ്പോഴും കഴുത്തിനോട് ചേർന്ന് നിലനിന്നിരുന്നു. കോഴികൾ തലച്ചോറും സെറിബ്രിയവും കൂടുതലായി ഉപയോഗിക്കാറില്ല. കഴുത്തിലെ ജുഗ്ലർ ഞരമ്പിൽ പെട്ടെന്ന് രക്തം കട്ടപിടിക്കാത്തതിനാൽ രക്തസ്രാവം ഉണ്ടായതുമില്ല. അവരുടെ നിർദ്ദേശപ്രകാരം ചോളവും ഗോതമ്പും ഉഴമ്പ് പരുവത്തിൽ കൊടുക്കാൻ ആ കർഷകൻ ആരംഭിച്ചു. തലയില്ലാതെ അത്ഭുത കോഴി എന്ന് മൈക്കിനെ കുറിച്ച് നാടെമ്പാടും വാർത്തകൾ പ്രചരിച്ചു. പത്രവാർത്തകൾ വീണ്ടും വന്നുകൊണ്ടിരുന്നു. മൈക്കിനെ ഒരു നോക്ക് കാണാൻ ആ വീട്ടിൽ ആളുകൾ തിങ്ങി നിറഞ്ഞു. ആ അവസരം എങ്ങനെ മുതലാക്കണമെന്ന് സമീപവാസിയായ ഹോപ്പ് വേർഡിൻ്റെ മനസ്സിൽ ഒരു ആശയം ഉടലെടുത്തു. രാജ്യത്തിൻ്റെ പല ഭാഗത്തും മൈക്കിനെ പ്രദർശിപ്പിച്ചു. പണമുണ്ടാക്കാനുള്ള ഒരു പദ്ധതി അവർ തയ്യാറാക്കി. ഹോപ്പ് വേർഡ് തൻ്റെ ലാഭവിഹിതവും ഉറപ്പിച്ചു. അമേരിക്കയിലെ പല ഭാഗത്തു നിന്നുള്ള ആഘോഷ പരിപാടികളിലും വിനോദ പ്രദർശനങ്ങളിലും അങ്ങനെ മൈക്ക് ഒരു പ്രധാന കാഴ്ച വസ്തുവായി മാറി. തലയില്ലാതെ നടക്കുകയും തൂവൽ മിനുക്കുകയും ധാന്യങ്ങൾ കൊത്തി തിന്നാൻ ശ്രമിക്കുകയും ചെയ്ത മൈക്കിനെ കാണാൻ ആയിരങ്ങൾ തടിച്ചുകൂടി. മൈക്കിനെ ഒരു നോക്ക് കാണാൻ 25 സെന്റ് ആയിരുന്നു ഫീസ്. വിൽസന്റെ ഒരു മാസത്തെ വരുമാനം $4,500 ആയിരുന്നു. അതായത് ഇന്നത്തെ 32 ലക്ഷം രൂപ. മൈക്കിൻ്റെ മതിപ്പ് വില $10,000 കണക്കാക്കി. ഇന്നത്തെ 70 ലക്ഷം രൂപ. അത്രയും തുകയ്ക്ക് തന്നെ അവനെ ഇൻഷുർ ചെയ്യുകയും ചെയ്തിരുന്നു. മൈക്ക് എല്ലാ കോഴികളെയും പോലെ ആരോഗ്യവാനും സന്തോഷവാനുമാണെന്ന് അത്ഭുതത്തോടെ തുറച്ചു നോക്കുന്ന ആളുകളെ നോക്കി വിൽസൺ വിളിച്ചു പറഞ്ഞു. സന്തോഷത്തോടെ ജീവിക്കുവാനും പ്രശസ്തനും സമ്പന്നനുമാകുവാനും വലിയ തലയൊന്നും വേണ്ട എന്ന് കാണികൾക്ക് തോന്നിയിട്ടുണ്ടാകും. അവരും എന്ത് ചെയ്തു? പലരും കോഴികളെ അതുപോലെ തലയറുത്തു നോക്കി. 100 കണക്കിന് കോഴികളുടെ ജീവൻ പോയതല്ലാതെ ഒന്നും അതിജീവിച്ചില്ല. മൈക്കിൻ്റെ ദുഃഖകരമായ അവസ്ഥയെക്കുറിച്ച് അക്കാലത്ത് ഒരു നഴ്സറി പാട്ട് തന്നെ കുട്ടികൾ പാടി നടന്നു.
മൈക്ക് മൈക്ക് മൈക്ക്, വെയർ ഈസ് യുവർ ഹെഡ്? ഈവൻ വിത്തൗട്ട് ഇറ്റ് യു ആർ നോട്ട് ഡെഡ്. അരിസോണയിലെ ഒരു പ്രദർശനത്തിന് ശേഷം ഒരു ഹോട്ടലിൽ വിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ മൈക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് ഓൾസൺ കണ്ടു. തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങിയാൽ പുറത്തെടുക്കാനുള്ള ഒരു പ്രത്യേകതരം സിറിഞ്ച് അദ്ദേഹം പലപ്പോഴും കരുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പക്ഷേ എന്ത് ചെയ്യുക, നിർഭാഗ്യവശാൽ അത് കാണാതെ പോയി. ഓൾസൺ നോക്കി നിൽക്കെ ആ പൊന്മുട്ടയിടുന്ന താറാവ് അല്ല, പൊന്മുട്ടയിടുന്ന കോഴി മൈക്ക് ശ്വാസം മുട്ടി നിലത്ത് പിടഞ്ഞു വീണ് മരിച്ചു. മൈക്കിൻ്റെ ജന്മനാടായ കൊളറാഡോയിലെ ഫ്രൂട്ടിയായി എല്ലാ ജൂൺ മാസത്തിലെയും 1ാമത്തെ ആഴ്ചയുടെ അവസാന ദിവസം മൈക്ക് ദ ഹെഡ്ലെസ് ചിക്കൻ ഡേ ആയി ഇന്നും ആഘോഷിച്ചു പോരുന്നു. നോക്കൂ, ഈ ലോകത്ത് എന്തെല്ലാം വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നു അല്ലേ. ഒരു കോഴിയെ കൊല്ലാനായി തലയിറക്കുന്നു, അത് മരിക്കാതിരിക്കുന്നു. 18 മാസങ്ങൾ തലയില്ലാതെ ജീവിക്കുന്നു. അതിൻ്റെ ഉടമസ്ഥനും മറ്റുള്ളവർക്കും സമ്പത്ത് നേടിക്കൊടുക്കുന്നു. 18 മാസത്തിന് ശേഷം മരിക്കുന്നു അല്ലേ. എന്ത് വിചിത്രമായ സംഗതികളാണ് ഈ ലോകത്ത് ഓരോ ദിവസവും നടക്കുന്നത്. നമുക്ക് ചുറ്റിനും നമ്മൾ അറിയാതെ പോകുന്നത് എന്തൊക്കെയാണ് അല്ലേ. എത്രയെത്രയോ കാര്യങ്ങൾ നമ്മൾ അറിയാനിരിക്കുന്നു.